വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലേൺ ഈസി. നമ്മളിവിടെ ക്ലാസ് 6 ചാപ്റ്റർ 2 ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുന്നത്തെ ചാപ്റ്ററിന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത ശേഷം പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ക്ലാസ് 6 എന്നുള്ള ഇതിൽ പോയി നോക്കിയാൽ അതിലുള്ള ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ട്രീ സ്റ്റാൻഡ് ഇൻ ദ സൺ and gives shade to others. Their fruits are also for others. Likewise, good people bear all hardships and bringing welfare to others. They give to others whatever they have earned. ട്രീസ് എന്താണ്? സണ്ണിന് ചുവടെ നിൽക്കുന്ന ട്രീ ഷെയ്ഡ് കൊടുക്കുന്നത് ബാക്കി എല്ലാവർക്കുമാണ്, അല്ലേ? അതുപോലെ തന്നെ ഇതിലുണ്ടാവുന്ന ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രീ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ളവർക്ക് നമുക്ക് തരികയാണ്, അല്ലെ? അതുപോലെ എന്താ പറയുന്നത്, നല്ല ആളുകൾ, ഗുഡ് പീപ്പിൾ എന്ത് ചെയ്യും, അവര് ഹാർഡ്ഷിപ്പ് കൊണ്ടൊക്കെ കിട്ടിയിട്ടുള്ള വെൽഫെയറും കാര്യങ്ങളും ഒക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് ചെയ്യുക. നമ്മളെ കൊണ്ട് കഴിയുന്ന എന്താണോ അതെന്ത് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് കൊടുക്കണം എന്നാണ്. ഈ വാക്കുകൾ കൊണ്ട് മീൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ എല്ലാവരും പരസ്പരം എന്താണ്, ഡിപ്പെൻഡഡ് ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്ലസന്റ് മോർണിംഗ് ആഫ്റ്റർ യെസ്റ്റർഡേസ് റിഫ്രഷിംഗ് റെയിൻ. ഇന്നലത്തെ നല്ലൊരു മഴയ്ക്ക് ശേഷമുള്ള ഒരു പ്ലസന്റ് മോർണിംഗ് ആണ്. ആ പ്ലസന്റ് മോർണിംഗിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Dr. Regu and Maniram Chacha have been invited to the school by the science teacher. സയൻസ് ടീച്ചർ ആയിട്ടുള്ള സുലേഖ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ രഘുവിനെയും മണിരാം അങ്കിളിനെയും സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? ആൻ എക്സൈറ്റിംഗ് നാച്ചുറൽ വാക്ക്, ഒരു നാച്ചുറൽ വാക്ക് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. Dr. Regu is a scientist at the nearby research laboratory and Maniram Chacha is an elderly person from a nearby community. Dr. Regu എന്ന് പറയുന്നത് അടുത്തുള്ള റിസർച്ച് ലബോറട്ടറിയിലെ സയന്റിസ്റ്റ് ആണ്. മണിരാം ചാച്ച എന്ന് പറയുന്ന ഒരു എൽഡർലി പേഴ്സൺ ആണ്, നമ്മൾ അടുത്തുള്ള കമ്മ്യൂണിറ്റിയിലെ ഒരു മുതിർന്ന ആളുമാണ്. മണിരാം ചാച്ച ഈസ് എൻ എക്സ്പേർട്ട് ഇൻ മിക്കിംഗ് ബേർഡ്സ് കാൾസ്. മണിരാം ചാച്ചൻ എന്ത് ചെയ്യും, ബേർഡ്സിന്റെ ഒക്കെ സൗണ്ട് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ എക്സ്പേർട്ട് ആണ്. ഹി ഈസ് ആൾസോ ബ്രില്യൻ അറ്റ് ഐഡന്റിഫൈയിങ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിനെ ആനിമൽസിലേക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ അദ്ദേഹം മണിരാം ചാച്ച എന്താണ്, എക്സ്പേർട്ട് ആണെന്നാണ് പറയുന്നത്. To prepare them for the natural work, Dr. Regu informs the students that the objective of this work is to experience the beauty and variety of plants and animals in the nature. അപ്പോൾ ഡോക്ടർ രഘു എന്താണ് ഇൻഫോം ചെയ്യുന്ന കുട്ടികളെ എന്ന് അറിയുമോ? നമ്മൾ ഇങ്ങനെ ഒരു നാച്ചുറൽ വാക്ക് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ബ്യൂട്ടിഫുള്ളും വ്യത്യസ്തവുമായിട്ടുള്ള പ്ലാന്റ്സിനെയും അനിമൽസിനെയും കുറിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളൊക്കെ എന്തായി, ഇങ്ങനെ ഒരു കാര്യത്തിന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ജോയിൻ ചെയ്തു. നിങ്ങൾക്കും ഇഷ്ടമല്ലേ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും പുറത്തു പോയിട്ട് നാച്ചറിനെ കണ്ട് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നത് കുട്ടികളായിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും. വളരെയധികം ക്യൂരിയസ് ആയിരുന്നു കുട്ടികളെല്ലാം. ടീച്ചർ എന്താ അഡ്വൈസ് ചെയ്തതെന്ന് അറിയോ? ദ സ്റ്റുഡൻസ് ടു ക്യാരി എ നോട്ട് ബുക്ക്, എ പെൻ ആൻഡ് എ വാട്ടർ ബോട്ടിൽ. ടീച്ചർ പറയാണ് നോട്ട്ബുക്കും പെന്നും ഒരു വാട്ടർ ബോട്ടിലും നിങ്ങൾ ക്യാരി ചെയ്യണം, കയ്യിൽ കരുതണം എന്ന് പറഞ്ഞു. ആസ് ദേ വാക്ക് ദേ ബിഗിൻ എക്സ്പ്ലോറിംഗ് ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അറൌണ്ട് ദം. അവർക്ക് ചുറ്റുമുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് നടക്കുകയാണ്. അപ്പൊ ഡോക്ടർ രഘു എന്താ അഡ്വൈസ് ചെയ്ത സ്റ്റുഡൻസിനോടെന്ന് അറിയോ? നമുക്ക് ചുറ്റുമുള്ള ഓരോരോ ജീവജാലങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ലുകൾ ഉണ്ടായിരിക്കും, അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള എന്തായിരിക്കും, ഷേപ്പ് ആയിരിക്കും, അവരുടെ ടെക്സ്ചർ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പ്ലാന്റ്സിനാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും, അതിന്റെ സ്റ്റെമ്മിന്റെ വ്യത്യസ്തമായിരിക്കില്ലേ, വളരെ വലുതുണ്ടായിരിക്കും, കട്ടി കൂടിയത്, സോഫ്റ്റ്, ഹാർഡ്, അങ്ങനെ പലതരത്തിലുണ്ടായിരിക്കും, അല്ലെ? റൂട്ട്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടാണ് ക്ലൈംബേഴ്സ്, അല്ലെ, ക്രീപ്പേഴ്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് അല്ലാതെ തന്നെ വേറെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങള്? ഷ്രബ്സ്, അല്ലെ, ഹെർബ്സ്, ട്രീസ്, അങ്ങനെ ഒരുപാട്. അതൊക്കെ നമ്മൾ അതിന്റെ ഓരോരോ നാച്ചറിനെ ബേസ് ചെയ്തിട്ട് തരംതിരിച്ചാണ്, അല്ലെ? പ്ലാന്റ്സിന് മാത്രമല്ല ആനിമൽസിലും ഉണ്ടല്ലേ, നമുക്ക് ചുറ്റും ഒരുപാട് വ്യത്യസ്ത തരമായിട്ടുള്ള ആനിമൽസും ഉണ്ട്.
അപ്പൊ നമ്മൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ വന്നതാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അവയെ ഡിസ്റ്റർബ് ചെയ്യുക, വിത്തൗട്ട് ഡിസ്റ്റർബിങ്, ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. Students come across a variety of plants including grass, bushes and large trees. They also observe a variety of birds sitting on the branches of tree, butterflies moving from flowers to flowers and monkeys jumping from one tree to another. അവർ ഓരോ പ്ലാന്റ്സ് ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ഒരു പ്ലാന്റിലെ അല്ലെങ്കിൽ ഒരു മരത്തിൽ തന്നെ ട്രീയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ബേർഡ്സ് ഉണ്ടായിരുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ടായിരുന്നു. ഓരോ ബേർഡ്സിനും എന്താണ്, ഓരോ സൗണ്ടുകളാണ് അല്ലേ. പിന്നെ എന്തുണ്ടായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു, ഒരു പൂക്കളിൽ നിന്നും വേറെ പൂക്കളിലേക്ക് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. പങ്കികൾ ഉണ്ടായിരുന്നു അല്ലെ, ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്കൊക്കെ ചാടി ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഓരോരോ ജീവികളും പരസ്പരം എന്താണ്, ഡിപ്പെൻഡഡ് ആണ് അല്ലെ. ഒബ്സർവേഷൻ ഇൻ ദർ നോട്ട്ബുക്ക്, അവരുടെ കയ്യില് ഒരു നോട്ട്ബുക്കും പെന്നൊക്കെ കൈ കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ അല്ലേ. എന്നിട്ട് അവർ ഒബ്സർവ് ചെയ്തൊക്കെ ആ നോട്ട്ബുക്കിൽ അവര് റെക്കോർഡ് ചെയ്തു. The students can hear the chirping of birds. കുട്ടികൾക്ക് എന്ത് കേൾക്കാമായിരുന്നു, പക്ഷികളിലെ സൗണ്ടുകൾ അല്ലെ. നിങ്ങൾക്ക് അറിയില്ലേ, ഓരോരോ ബേർഡ്സിനും ഓരോരോ പോലത്തെ സൗണ്ട് ആണല്ലേ. കാക്കയുടെ സൗണ്ട് അല്ല, കുയിലിന് അല്ലെ, പാരറ്റിന് വേറെ സൗണ്ട് ആണ്. പിന്നെ നിങ്ങളെ ചുറ്റും കാണുന്ന ലോക്കലായിട്ട് കാണുന്ന ഓരോരോ പക്ഷികൾ ഉണ്ടാവും. ഒരു ഭാഗത്ത് കാണുന്ന പക്ഷികളെ എല്ലാം തന്നെ വേറെ ഭാഗത്ത് കാണണം എന്നില്ല. അത് ഓരോരുത്തരുടെ സ്ഥലത്തിന്റെ നാച്ചുറൽ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അതിന്റെ സൗണ്ടുകളൊക്കെ സ്റ്റുഡൻസിന് കേൾക്കുന്നുണ്ടായിരുന്നു. Dr. Regu informs them that each bird has unique chirp. This is an example of diversity in nature. Dr. Regu requested Maniram Chacha to mimic calls of some birds. നമ്മൾ ഡോക്ടർ രഘു പറയാണ്, നിങ്ങളിത് ഓരോ ബേർഡ്സിന്റെ കണ്ടില്ലേ, വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടുകളൊക്കെ കേട്ടില്ലേ, ഇതാണ് നമ്മളെ ഡൈവേഴ്സിറ്റി ഇൻ നേച്ചറിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഡോക്ടർ രഘു റിക്വസ്റ്റ് ചെയ്യാണ് മണിരാം ചാച്ചിയോട് ഈ സൗണ്ടുകളൊക്കെ ഒന്ന് മിമിക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് അനുകരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ അത് സന്തോഷത്തോടു കൂടി മണിരാം ചാച്ച എന്ത് ചെയ്തു, അനുകരിച്ച് കാണിച്ചു കൊടുത്തു ബേർഡ്സിന്റെ ഒക്കെ സൗണ്ടുകൾ. അപ്പൊ അത് സ്റ്റുഡൻസ് അതുപോലെ തന്നെ അവർ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. Have you ever observed different plants and animals around you? Share and discuss your observations with your friends and teachers. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പ്ലാന്റ്സും അനിമൽസിനെയൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം, ടീച്ചറും ഫ്രണ്ട്സും ആയിട്ട് ഷെയർ ചെയ്യാം. ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അറൗണ്ട് us നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ആണ്. Plan a natural walk with your teacher to a park or a nearby forest. നിങ്ങളുടെ അടുത്തേക്ക് അടുത്തുള്ള പാർക്കിലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് എവിടെയെങ്കിലും ടീച്ചറെ കൂടെ എന്ത് ചെയ്യണം, ഒരു നാച്ചുറൽ വാക്ക് പ്ലാൻ ചെയ്യണം. എന്തിനാണ്? While on the natural walk, observe different plants, insects, birds and other animals. ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും ഇൻസെക്ട്സിനെയും ബേർഡ്സ്, അനിമൽസ് ഇതിനെയൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാച്ചുറൽ വാക്ക് ഉദ്ദേശിക്കുന്നത്. Also, note the weather condition, whether it is hot, cold, windy and so on. നിങ്ങൾ weather condition കൂടി അതിന്റെ കൂടെ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. You can collect different type of fallen leaves or flowers and create a scrapbook. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, താഴെ വീണ് കിടക്കുന്ന ഫാളൻ ലീവ്സ്, ഫ്ലവേഴ്സ് ഇതൊക്കെ കളക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടായിരിക്കാം. സ്ക്രാപ്പ് ബുക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങൾ ഇതിന് മുന്നിലൊക്കെ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പ്രൊജക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. സ്ക്രാപ്പ് ബുക്ക് കുറച്ച് കട്ടിയുള്ള പേജൊക്കെ ഉള്ള ഒരു ബുക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഫാളൻ ലീവ്സിനൊക്കെ അത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കുമല്ലോ, അതിനെ ആ ബുക്കിൽ വെച്ചിട്ട് കുറച്ച് അത് മടക്കുക. നിങ്ങളൊരു പേജിൽ വെച്ചിട്ട് അത് മടക്കിയിട്ട് അതിന്റെ മുകളിൽ വെയിറ്റ് വെക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അതിൽ കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ലീവ്സ് എന്ത് ചെയ്യും, പെട്ടെന്ന് ചീത്തയായി പോകും. ഇത് നമുക്ക് ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിന്റെ ലീവ്സ് ഒക്കെ, ഡിഫറെന്റ് ലീവ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് സ്ക്രാപ്പ് ബുക്കിൽ വെക്കാം. അപ്പൊ അതില് കുറച്ച് അനിമൽസ് ഇൻ നാച്ചർ. Ensure that you do not disturb the plants and animals in the park. Do not pluck leaves and flowers. നമ്മൾ നാച്ചുറൽ വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചുറ്റുമുള്ള പാർക്കിലും ഫോറസ്റ്റിലൊക്കെ പോകുന്നതൊക്കെ നല്ലത് തന്നെയാണ്. എല്ലാം ഒബ്സർവ് ചെയ്യുന്നതും വളരെ ഗുഡാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അതിനെയൊന്നും പ്ലാന്റ്സിനെ അനിമൽസിനെയൊന്നും ഡിസ്റ്റർബ് ചെയ്യാനോ നമ്മളെ പൂക്കളും ഇലകളൊക്കെ പറിച്ചിടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്.
റെക്കോർഡ് നിങ്ങൾ ഈ ഒബ്സർവ് ചെയ്തൊക്കെ എന്ത് ചെയ്യണം? താഴെ തന്നിരിക്കുന്ന ടേബിളിൽ നോട്ട് ചെയ്യുകയും വേണം. കുറച്ച് എക്സാമ്പിളും ഒക്കെ തന്നിട്ടുണ്ട് താഴെ, നോക്കാം നമുക്ക്. ഗ്രാസിന്റെ ലീഫ് എങ്ങനെയാണ്, അതിന്റെ സ്റ്റെം എങ്ങനെയാണ്, അതിന്റെ ഹൈറ്റ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു കുറച്ച് ഐഡിയ കിട്ടുന്നുണ്ടാവും അല്ലെ? വളരെ തിന്നായിട്ടുള്ള ലോങ് ആയിട്ടുള്ള ലീവ്സ് ആണ് ഗ്രാസിന് അല്ലെ? അതിന്റെ സ്റ്റെം എങ്ങനെയാണ്, റൂട്ട് എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അതുപോലെ തന്നെ തുളസി കാണാത്തവരാരും ഉണ്ടാവില്ല അല്ലെ? ഒരുവിധം എല്ലാ ഭാഗത്തും നമ്മൾ കാണുന്ന ഒന്നാണ് തുളസി. അതിന്റെ സ്റ്റെം എങ്ങനെയാണ്, അതുപോലെ ലീഫ് എങ്ങനെയാണ്, ലീഫിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിങ്ങനെ ഓപ്പോസിറ്റ് ആണോ, ആൾട്ടർനേറ്റ് ലീഫ് ആണോ, പലതരത്തിലുള്ള ലീഫുകൾ ഉണ്ട് അല്ലെ? നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാണുന്ന ലീഫ് ഉണ്ടാവും. ഒരു ലീഫ് കഴിഞ്ഞിട്ട് കുറച്ച് മേലെയായിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ലീഫുകൾ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള സിമ്പിൾ, കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ച് വലിയ ക്ലാസ്സുകളിൽ പലതരം ലീഫിനെ കുറിച്ചിട്ടും ലീഫ് സ്ട്രക്ചർ, അതിന്റെ ഓർഗനൈസേഷനെ കുറിച്ചിട്ടും സ്ട്രക്ചറിനെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കും. ഹിബിസ്കസിനെ നിങ്ങൾക്ക് അറിയാലോ, ചെമ്പരത്തി, അതിന്റെ ലീഫ് എങ്ങനെയാണ്, സ്റ്റെം എങ്ങനെയാണ്, ഫ്ലവർ എങ്ങനെയാണ്, എല്ലാം അറിയാം നിങ്ങൾക്ക് അല്ലെ? നിങ്ങൾ കാണാത്തവരായിട്ട് അതിലുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവര് പോയിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നന്നായിട്ട് നോക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ഓരോരോ ചെടികളിൽ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റെം ആണെങ്കിലും ലീഫ് ആണെങ്കിലും റൂട്ട് ആണെങ്കിലും ഫ്ലവർ ആണെങ്കിലും അല്ലെ? ഇനി നമുക്ക് ഈ ടേബിള് ഫിൽ ചെയ്യണം അല്ലെ? ഇവിടെ ലോക്കൽ നെയിം ഓഫ് പ്ലാന്റ്സ് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കുറച്ച് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. ആ പ്ലാന്റ്സിന്റെ സ്റ്റെം എങ്ങനെയായിരുന്നു എന്ന് എഴുതണം, ലീവ്സിനെ കുറിച്ച് എഴുതുക, ഫ്ലവേഴ്സ്, ഇനി അത് ഒബ്സർവേഷൻ ആൻഡ് ഫീച്ചർ. അവർ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട് ഗ്രാസിനെ കുറിച്ചിട്ടാണ്. ഗ്രാസിന്റെ സ്റ്റെം എങ്ങനെയാണ്, സോഫ്റ്റ് ആൻഡ് തിൻ ആണ്. പിന്നെ ലീവ്സ് എങ്ങനെയാണ്, എ സിംഗിൾ ലീഫ് ഗ്രോസ് ആൾട്ടർനേറ്റ്ലി ഫ്രം ഡിഫറെന്റ് പോയിന്റ് ഓൺ ദ സ്റ്റെം അല്ലെ? നിങ്ങൾ ഗ്രാസിന്റെ ഓരോ ലീഫിനും ആൾട്ടർനേറ്റ് ആയിട്ടാണ് ലീഫ് വരുന്നത് ഗ്രാസിന് അല്ലെ? ഫ്ലവേഴ്സ് ഉണ്ടോ? ഫ്ലവേഴ്സ് കാണാറില്ല അല്ലെ ഗ്രാസിന്? പിന്നെ എന്താ ഒബ്സർവേഷൻ നിങ്ങൾ കണ്ടത്? ഗ്രീൻ ലീവ്സ് ആണ്. ഇനി തുളസിക്ക് എങ്ങനെയാണ്, ഹാർഡ് ആൻഡ് തിൻ സ്റ്റെം ആണ്. പിന്നെ ലീവ്സ് എങ്ങനെയാണ്, അറേഞ്ച്ഡ് ഓഫ് എ പെയർ ഓഫ് ലീവ്സ് ആയിട്ടാണ് തുളസി കാണുന്നത് അല്ലെ? ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. പിന്നെ ഫ്ലവർ നിങ്ങൾക്ക് അറിയാം, ഒരു പിങ്കിഷ് ആയിട്ടുള്ള പർപ്പിൾ ഫ്ലവർ അല്ലേ ഉള്ളത്. പിന്നെ അതിന്റെ ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. എന്താണ് ഗ്രീൻ ലീവ്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഹിബിസ്കസ് പറഞ്ഞ എന്താണ്, ചെമ്പരത്തി അല്ലെ? ചെമ്പരത്തിയുടെ സ്റ്റെമ്മ് എന്താണ്, ഹാർഡാണ്. ലീവ്സ് എങ്ങനെയാണ്, അറേഞ്ച് ഓഫ് എ പെയർ ഓഫ് ലീവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിന്നെ ഹിബിസ്കസിന്റെ കളർ എന്താ, ചെമ്പരത്തിയുടെ കളർ എന്താ, റെഡ് ഉണ്ടാവും. പല കളറിൽ ഇപ്പൊ ചെമ്പരത്തി അവൈലബിൾ ആണ് അല്ലെ? പലതരത്തിലുള്ള കളർ കാണാറുണ്ട്. ഇനി ഒബ്സർവേഷനിലോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ലീവ്സ് എന്ന് എഴുതാം. നിങ്ങൾ ഒബ്സർവ് ചെയ്ത കാര്യം എഴുതാം. നീമിന് ഹാർഡ് ആൻഡ് തിക് സ്റ്റെം ആണ്. പിന്നെ ലീവ്സ് എങ്ങനെയാണ്, ലീവ്സ് നിങ്ങൾ നീമിന്റെ കണ്ടിട്ടില്ലേ? ആദ്യം ഒരു ഒറ്റ ലീഫ് ഉണ്ടാവും അല്ലെ? പിന്നെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ലീഫ് വരും അല്ലെ? പിന്നെ നീമിന്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് വൈറ്റ് ആയിട്ട് ഉള്ള ഒരു കുഞ്ഞ് ഫ്ലവർ കാണാറുണ്ട് നീമിന് അല്ലെ? ലീവ്സ് വിത്ത് സ്മൂത്ത് സർഫസ്. ഒബ്സർവേഷൻ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഇനി അത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഒബ്സർവ് ചെയ്തിട്ട് അതിന് ഇതുപോലെ എഴുതുക. ഒരുപാട് സിമിലാരിറ്റീസും ഡിഫറൻസും നിങ്ങൾ ഈ പ്ലാന്റ്സിൽ ഒബ്സർവ് ചെയ്തു അല്ലെ? നിങ്ങൾ ആ ഒബ്സർവ് ചെയ്തു മസ്റ്റ് ഹാവ് ഒബ്സർവ്ഡ് ദാറ്റ് പ്ലാന്റ്സ് ഹാവ് എ വെറൈറ്റി ഓഫ് ഫീച്ചേഴ്സ് സച്ച് ആസ് ടോൾ, ഷോർട്ട്, ഹാർഡ്, സോഫ്റ്റ് സ്റ്റെം അല്ലെ? ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ലീവ്സ് ആൻഡ് അറേഞ്ച്മെന്റ് ഓൺ സ്റ്റെം ഓർ ബ്രാഞ്ചസ്, ഫ്ലവർ വാരിങ് ഇൻ കളർ, ഷേപ്പ് ആൻഡ് സെന്റ് അല്ലെ? മണത്തിലും കളറിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ലീവ്സിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ലീവ്സിന്റെ ഷേപ്പിൽ മാത്രമല്ല, അതിന്റെ അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു അല്ലെ? ബ്രാഞ്ചസിന്റെ അറേഞ്ച്മെന്റ്സിൽ വ്യത്യാസമുണ്ട്. ടോള്, ഷോർട്ട്, ഹാർഡ് സ്റ്റെം എന്ന് അങ്ങനെ ഹാർഡ്, സോഫ്റ്റ് എന്ന് പറയുന്ന സ്റ്റെമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസം പ്ലാന്റ്സിന് നിങ്ങൾക്ക് കാണാൻ പറ്റി അല്ലെ? നൗ ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് എനിമൽസ്. ഇനി ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്, പ്ലാന്റ്സിന്റെ കാര്യമാണ് നോക്കിയത് അല്ലെ? ഇനി നമുക്ക് എനിമൽസിൽ പേരിനെ നോക്കാം. ഒബ്സർവ് ചെയ്തിട്ട് അതിലുള്ള ഡിഫറൻസും അതെന്ത് കഴിക്കുന്നു, അതെവിടെ ജീവിക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ആനിമൽ എഴുതുക, അത് പ്ലേസ് വേർ ദേ ലിവ്, അവരെവിടെയാണ് ജീവിക്കുന്നത്, അവരെന്ത് ഭക്ഷണം കഴിക്കുന്നു, ദ വേ ദേ മൂവ് അറൗണ്ട്, എങ്ങനെയാണ് അവർ സഞ്ചരിക്കുന്നത്, മൂവ് ചെയ്യുന്നത്. ഇനി അതർ ഒബ്സർവേഷൻ ആൻഡ് ഫീച്ചേഴ്സ് നോക്കാം.
കാക്ക എവിടെയാണ്? ട്രീയിലാണ് താമസിക്കുന്നത് അല്ലെ? അതെന്താ കഴിക്കുക? ഇൻസെക്ട്സിനെയൊക്കെ കഴിക്കും. അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഫ്ലൈ ആൻഡ് വാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. കാക്കയെ കാണാത്തവരാരും ഉണ്ടാവില്ലല്ലോ. എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്? ക്യാരിയിങ് എ ട്വിഗ് ഇൻ ഇറ്റ്സ് ബിക്കൽ. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് എന്താന്ന് വെച്ചാൽ അത് അതിനനുസരിച്ച് എഴുതാം കേട്ടോ. ആൻഡ് എവിടെയാ താമസിക്കുന്നത്? നെസ്റ്റ് ഇൻ സോയിൽ ആൻഡ് വാട്ടർ. മണ്ണിനടിയിലാണ് അല്ലെ? കണ്ടിട്ടില്ലേ? അവ എന്താ കഴിക്കുക? ലീവ്സ്, സീഡ്സ്, ഇൻസെക്ട്സ്. അവ എങ്ങനെ മൂവ് ചെയ്യുന്നത്? വാക്ക് അല്ലെ? നടക്കുകയാണ് ചെയ്യുക. പിന്നെ ഹാവ് 6 ലെഗ്സ്. അതിന്റെ ഒബ്സർവേഷനിൽ നിങ്ങൾക്ക് അങ്ങനെ അതിന് 6 ലെഗ്സ് ഉണ്ടെന്ന് എഴുതാം. നെക്സ്റ്റ് എന്താണ്? കൗ എവിടെയാ താമസിക്കുക? കൗ ഷെഡിൽ അല്ലെ? എന്താ കഴിക്കുന്നത്? ഗ്രാസ്, ലീവ്സ്. അതെങ്ങനെയാ മൂവ് ചെയ്യുക? വാക്ക് ചെയ്യുക അല്ലെ? നടക്കല്ലേ ചെയ്യുക. അതുപോലെ അതിന്റെ ഒബ്സർവേഷനിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ടെയിൽ ഉണ്ടെന്ന് എഴുതാം, ഇല്ലെങ്കിൽ 4 ലെഗ്സ് ഉണ്ടെന്ന് എഴുതാം. അത് നിങ്ങളുടെ ഒബ്സർവേഷൻ അനുസരിച്ച് എഴുതാം. ഇനി അത് വേറെ ഏതെങ്കിലും ജീവിയെ കുറിച്ചിട്ട് എഴുതാതെ മങ്കി ആവാം, ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ജീവിയെ കുറിച്ചിട്ട് എഴുതാം. What are the similarities and difference among the animals that you have observed in the recorded table? നിങ്ങളിപ്പോ മുന്നേ നമ്മൾ ടേബിൾ ചെയ്തു അല്ലെ? അതില് നിങ്ങൾ കണ്ട സിമിലാരിറ്റീസും ഡിഫറൻസും ഒക്കെ എന്തൊക്കെയായിരുന്നു എന്ന് ഒബ്സർവ് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. You would have observed that some animals live on land while some others live on trees. Birds live on trees. Fish live in water, and some animals like frogs live on land as well as water. Animals consume a diverse range of food and exhibit a variety of movements. അല്ലെ? നമ്മൾ മുന്നത്തെ ടേബിളിൽ ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തതരമായിട്ടുള്ള അനിമൽസിനെ കണ്ടു അല്ലെ? അത് എന്തിന്റെയൊക്കെ ബേസിലായിരുന്നു? അവ ജീവിക്കുന്ന സ്ഥലത്തിന്റെ ബേസിൽ ഉണ്ടായിരുന്നു അല്ലെ? ചില ജീവികൾ എന്താണ്? ലാൻഡിൽ ജീവിക്കുന്നതാണ്. അവയെന്താ? ടെറസ്ട്രിയൽ അനിമൽസ്. ലാൻഡിൽ ജീവിക്കുന്ന അനിമൽസിനെ നമ്മൾ പറയും ടെറസ്ട്രിയൽ അനിമൽസ് അല്ലെ? ഇപ്പൊ സീബ്ര ആണെങ്കിലും ടൈഗർ ആണെങ്കിലും ലയൺ ആണെങ്കിലും ഇതൊക്കെ എന്താണ്? ലാൻഡിൽ ജീവിക്കുന്നതാണ് അല്ലെ? ഇനി വാട്ടറിൽ ജീവിക്കുന്നതിന് ഫിഷ് അങ്ങനത്തെ ഒക്കെ ഉള്ള ഉണ്ടല്ലോ, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അക്വാറ്റിക് അനിമൽസ് എന്ന് പറയും. തന്നെ കരയിലും ജീവിക്കും, ലാൻഡിലും ജീവിക്കും, അതുപോലെ തന്നെ വാട്ടറിലും ജീവിക്കും. നിങ്ങൾക്ക് അറിയാം ഫ്രോഗ് അല്ലെ? പിന്നെ ആമയല്ലേ, ടർട്ടില്. ഇതൊക്കെ ഇതിനൊക്കെ എന്ത് ചെയ്യാം? ലാൻഡിലും ജീവിക്കാൻ കഴിയും, വാട്ടറിലും ജീവിക്കാൻ കഴിയും. അവയെ എന്ത് പറയും? നമ്മള് ആംഫിബിയൻസ് എന്ന് പറയും. അങ്ങനെ നമ്മൾ ജീവികൾ ജീവിക്കുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ വെവ്വേറെ അതിനെ തരംതിരിച്ചിട്ടുണ്ട് അല്ലെ? തരത്തിൽ വ്യത്യാസം. കൺസ്യൂം ചെയ്യുന്ന ഫുഡിന്റെ കാര്യത്തില് ചില ജീവികൾ എന്താണ്? കാർണിവോറസ് ആണ് അല്ലെ? അനിമൽസിനെയൊക്കെ കഴിക്കും അല്ലെ? മാംസമൊക്കെ കഴിക്കുന്നുണ്ടാവും. അവയെ നമ്മൾ എന്ത് പറയും? കാർണിവോറസ് എന്ന് പറയും അല്ലെ? ഇപ്പൊ സിംഹമാണെങ്കിലും ടൈഗർ ആണെങ്കിലും ഒക്കെ എന്താണ്? കാർണിവോറസ് ആണ്. എന്നാൽ ചില ജീവികൾ എങ്ങനെയാണ്? അവയെ പ്ലാന്റ്സിനെയൊക്കെ കഴിക്കുന്നതാണ്. കൗ അല്ലെ? അതേപോലെ എലിഫന്റ്, ഇതൊക്കെ എന്താണ്? ഹെർബിവോറസ് ആണ്. അവ പ്ലാന്റ്സിന് മാത്രമാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതിയിലും വ്യത്യസ്ത തരം ആനിമൽസ് ഉണ്ട്. ഇനി പിന്നെ മൂവ് ചെയ്യുന്ന രീതിയിൽ വ്യത്യസ്തമുണ്ട്. ഒരുപാട് ജീവികൾ അല്ലെ? ചിലതെന്താണ്? പറക്കുന്ന ജീവികളുണ്ട്, ബേർഡ്സ് ഉണ്ട്. ഇപ്പൊ റെപ്റ്റൈൽസ് ഒക്കെ ഇങ്ങനെ സ്നേക്സ് ഒക്കെ അല്ലെങ്കിൽ വേംസ് ഒക്കെ എങ്ങനെയാണ്? അവ ഇങ്ങനെ ഇഴഞ്ഞിട്ടാണ് നീങ്ങുക അല്ലെ? പിന്നെന്താണ്? നമ്മള് മനുഷ്യന്മാരൊക്കെ എങ്ങനെയാണ്? കാലുകൊണ്ട് അല്ലെ? ലെഗ്സ് ഉപയോഗിച്ച് നീങ്ങുന്നതുണ്ട്. അങ്ങനെ അവയുടെ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലും എന്താണ്? വ്യത്യസ്ത തരം ജീവികളെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലെ? ഓരോ ജീവികളിലും ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട്, ഒരുപാട് ഡിസിമിലാരിറ്റീസും ഉണ്ട്. ഇവയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ സിമിലാരിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Sketch the plants and animals observed by you in your notebook or prepare a scrapbook with leaves, flowers from different plants and feathers from animals. നിങ്ങൾ ഒബ്സർവ് ചെയ്തില്ലേ? നിങ്ങൾ ചുറ്റും ഒബ്സർവിൽ നിന്നും കിട്ടിയ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുക. അതുപോലെ നിങ്ങൾ ബേർഡ്സിന്റെ ഫെദേഴ്സ് ഒക്കെ കിട്ടില്ലേ? അതും അതുപോലെ ബുക്കില് ഒട്ടിച്ചു വെക്കാം. അങ്ങനെ വെക്കാനാണ് പറയുന്നത്. While traveling to and from school, observe your surroundings and look out for a variety of plants and animals. നിങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ നിങ്ങളെ ചുറ്റും എന്ത് ചെയ്യണം? ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഉള്ളതിനെ ഒബ്സർവ് ചെയ്യണം എന്നാണ് പറയുന്നത്.
നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം മനസ്സിൽ ഒരു ആനിമലിനെയോ പ്ലാന്റിനെയോ എന്തിനെങ്കിലും ഒന്ന് ചെയ്യണം, മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ഡയഗ്രാം അല്ലെങ്കിൽ അതിന്റെ ചിത്രം എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ബ്ലാക്ക് ബോർഡിൽ വരയ്ക്കാനാണ് പറയുന്നത്. എന്നിട്ട് എല്ലാവരും ഇതുപോലെ ചെയ്യുക. അങ്ങനെ ഇതാ ഇവിടെ ക്ലാസ്സിൽ ഓരോരുത്തരും വന്നിട്ട് ഓരോരോ പിക്ചർ വരച്ചിരിക്കുന്നു. നോക്കി നോക്കൂ, എത്രത്തരം വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത തരമായിട്ടുള്ള ജീവികളാണ് അല്ലെ? ഒന്ന് ബേർഡ്സ് ആണ്, ഇതാ സ്ക്വിറൽ ഉണ്ട്, ഇതില് റെപ്റ്റൈൽസ് ഉണ്ട് അല്ലെ, സ്നേക്ക് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സിൽ തന്നെ എത്ര വ്യത്യസ്ത തരമുണ്ട് അല്ലെ? ഇതാ മഷ്റൂം, അത് വേറെ തരമാണ്. പ്ലാന്റ്സിൽ തന്നെ വേറെ വ്യത്യസ്ത തരമായിട്ടുള്ള പ്ലാന്റ്സ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നമുക്ക് ചുറ്റുപാടും എന്താണ് വ്യത്യസ്ത തരമായിട്ടുള്ള ജീവികളാണ് ഉള്ളത്. പ്ലാന്റ്സ് ആയാലും എനിമൽസ് ആയാലും. Plants and animals found in a particular region contributes to the biodiversity of that region. ഒരു റീജിയന്റെ ബയോഡൈവേഴ്സിറ്റി നൽകുന്ന എന്താണ്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്ത തരമായിട്ടുള്ള ആ പ്ലാന്റ്സിനും എനിമൽസുമായിട്ടും ആ കോൺട്രിബ്യൂഷൻ ആണ്. ആ പ്ലാന്റ്സിനും വ്യത്യസ്ത തരമായിട്ടുള്ള പ്ലാന്റ്സിനും എനിമൽസിനെയും കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്നാണ് പറയാൻ പോകുന്നത്. Each member in the biodiversity of a region has a different role to play. For example, tree provides food and shelter to some birds and other animals. Animals help in spreading seeds after eating fruits and so on. നിങ്ങൾക്കറിയാം ഒരു ട്രീ എന്ന് പറയുന്നത് ഒരുപാട് ജീവികൾക്ക് ഷെൽട്ടർ ആവുന്നുണ്ട്. ബേർഡ്സിന് മാത്രമല്ല അല്ലെ, സ്ക്യൂറലിനായാലും അങ്ങനെ വ്യത്യസ്ത തരമായിട്ടുള്ള പലതരം എനിമൽസിന് അത് ഷെൽട്ടർ ആവുന്നുണ്ട്, മങ്കീസിനായാലും ഒക്കെ അല്ലെ. അത് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നുണ്ട്, അത് ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ജീവികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ്, സീഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ക്യൂറലൊക്കെ നിങ്ങൾ കഴിച്ചിട്ട് മാങ്ങയൊക്കെ കഴിച്ചിട്ട് കാണാം, അതിന്റെ അണ്ടി കൊണ്ട് വെട്ടി താഴെ ഇടും. ഇല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും, അത് ബെറി ചെയ്യും, അത് കുഴിച്ചിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സീഡാണ് പിന്നെ വളർന്നിട്ട് എന്താവുന്നത്? മരമായിട്ട് മാറുന്നത്. അതുപോലെ ചില ബേർഡ്സ് ഒക്കെ നിങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് അതിന്റെ സീഡ്സ് താഴെ ഇടും. ആ സീഡുകൾ വീണ് പുതിയ പ്ലാന്റ് ആയി മാറും. ചിലതരം സീഡുകൾക്ക് ഒരു തിക്കായിട്ടുള്ള കോട്ടിംഗ് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ അറിയാം. ചില തരത്തിന് നിങ്ങളിപ്പോ സീതാപ്പഴം, രാമമ്പഴം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതിന്റെ സീഡ് തനിയെ നിങ്ങൾ ഒരു ഫ്രൂട്ടിന്റെ എടുത്തിട്ട് കുഴിച്ചിട്ടാൽ എന്ത് ചെയ്യല്ലേ, അത് ട്രീ ആയിട്ട് വളരില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ സീഡിന് ഒരു തിക്ക് കോട്ടിംഗ് ഉണ്ട്. അതിനെ കട്ട് ചെയ്തിട്ട് അതിനെ ഇതാക്കിയിട്ട് അതിന്റെ പ്ലാന്റിന് പുറത്തു വരാൻ, ആ സീഡിൽ നിന്ന് മുളച്ചു വരാനായിട്ട് കഴിയില്ല. കാരണം അത്രയും കട്ടിയാണ് അതിന്റെ സീഡിന്റെ പുറന്തോടിന്. അപ്പൊ എന്താന്ന് വെച്ചാൽ അത് എങ്ങനെയാ പ്ലാന്റ് ആയി മാറുന്ന വെച്ചാൽ നമ്മൾ ബേർഡ്സ് വന്ന് കഴിക്കൂലോ ആ പഴം വന്ന് കഴിക്കുന്നതിന്റെ കൂടെ അത് ആ സീഡും കഴിക്കും ബേർഡ്സ്. അതിൽ നിന്ന് അതിന്റെ ബേർഡ്സിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് എന്ത് ചെയ്യും, ഡൈജഷൻ സംഭവിക്കും. ആ ഡൈജഷൻ സംഭവിച്ചിട്ട് അതിന്റെ കോട്ടിങ് എന്താവും, ലൈറ്റ് ആയിട്ട് മാറും. തിക്കായിട്ടുള്ള കോട്ടിങ്ങിന് ലൈറ്റ് ആയിട്ട് മാറിയിട്ട് അത് കാഷ്ടിച്ച് താഴെ വീഴില്ലേ, മണ്ണിൽ വീഴില്ലേ, ആ വീണ വിത്ത് മാത്രമേ അത് പ്ലാന്റ് ആയി മാറുള്ളൂ. അല്ലാതെ നമ്മൾ കൊണ്ടുപോയിട്ട് ആ സീഡിനെ കുഴിച്ചിട്ടാൽ അത് പ്ലാന്റ് ആയി മാറില്ല. അപ്പൊ നോക്കി നോക്കൂ, ഒരു ചെടി ഉണ്ടാകുന്നതിന്, ഒരു പ്ലാന്റ് വളരുന്നതിൽ ആ ബേർഡിന് എത്രത്തോളം ഒരു പങ്കുണ്ട് എന്ന്. ഇതുപോലെ നമുക്ക് ചുറ്റും പല കാര്യങ്ങളും പല ജീവികളും തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണ്. How would you arrange your book and notes book in groups? Would arranging them in groups help you better organize your school bag? നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ബാഗിൽ എങ്ങനെയാ ബുക്ക് അറേഞ്ച് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കുകൾ ഒരു ഭാഗത്ത് വെക്കും, നോട്ട് ബുക്കുകൾ ഒരു ഭാഗത്ത് വെക്കും അല്ലെ? അങ്ങനെയല്ലേ അറേഞ്ച് ചെയ്യാറ്? നോട്ട്സ്, ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കി അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ജീവികളെയും അതിന്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, തരംതിരിക്കാറുണ്ട്. Now let us look at the world around us. We are surrounded by a variety of plants and animals with different features about which you have learned in section 12. We can group them based on similarities and differences among them. Okay? ഇവിടെ ഒരു ആക്ടിവിറ്റി ഇത് പറയാന്ന് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെയോ എനിമൽസിന്റെയോ ഒക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്യാം. ന്യൂസ് പേപ്പറിന്നോ മാഗസിനോ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സിൽ ഗ്രൂപ്പുകളായിട്ട് കുട്ടികൾ ഒരു 5-6 കുട്ടികളെ വെച്ചിട്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട്
എന്ത് ചെയ്യണം, ഓരോ കാർഡ് ഉണ്ടാക്കാൻ പറയുകയാണ്. അത് ഒട്ടിച്ചിട്ട് പിക്ചേഴ്സ് ഒട്ടിച്ചിട്ട് ഓരോ കാർഡ് ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അതിന്റെ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, അവയെ തരംതിരിക്കണം. അപ്പൊ സിമിലർ ഫീച്ചേഴ്സ് ഉള്ളതിനനുസരിച്ച് അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൂപ്പാക്കി മാറ്റാം ജീവികളെ. നിങ്ങൾ അതുപോലെ ഓരോന്നിന്റെ ബേസിൽ തരംതിരിച്ച് വെച്ചിട്ടുള്ള ജീവികളെ ഉണ്ട്, അത് വേറെ ഗ്രൂപ്പുകളുമായിട്ട് ക്ലാസ്സിലുള്ള നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ ടീച്ചർ ഇത് ക്ലാസ്സിൽ ചെയ്യുന്നതുണ്ടായിരിക്കും. എന്നിട്ട് മറ്റൊരു ഗ്രൂപ്പുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? യു വിൽ ബി സർപ്രൈസ്ഡ് ടു സീ ദാറ്റ് ദ ബേസിസ് യൂസ്ഡ് ബൈ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് മേ വേരി. നിങ്ങൾ ഉപയോഗിച്ച അതേ കാര്യം ആയിരിക്കില്ല വേറെ ഗ്രൂപ്പുകാർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അല്ലെ. നിങ്ങൾ ചിലപ്പോൾ ഹൈറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കാം ജീവികളെ തരംതിരിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ വേറെ ഗ്രൂപ്പുകാരെന്തായിരിക്കാം, ഫ്ലവർ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അല്ലെ. അതുപോലെ ഓരോ ഗ്രൂപ്പും ഓരോന്നിന്റെ ബേസിസിലായിട്ടായിരിക്കും തിരിച്ചിട്ടുണ്ടാവുക അല്ലെ. ഇല്ലെങ്കിൽ ലീഫിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടായിരിക്കും. അങ്ങനെ പല ഗ്രൂപ്പുകാരും പല കാര്യങ്ങളായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ എന്തായിരിക്കാം, ഓരോ ഗ്രൂപ്പുകാരെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഫ്ലവേഴ്സ് ആയിരിക്കാം. പിന്നെ സ്റ്റെമ്മിന്റെ നാച്ചർ അനുസരിച്ച് ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ എന്ന് അനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെന്താണ്, അവ എവിടെ ജീവിക്കുന്നു, അതിന്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഇത് വെച്ചിട്ട് എന്ത് ചെയ്തിരിക്കും, ജീവികളെ തരംതിരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഈ ജീവികളെ നമ്മൾ തരംതിരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്? എന്തിനാണ് നമ്മളിങ്ങനെ ജീവികളെ തരംതിരിക്കുന്നത്, ആലോചിച്ചിട്ടുണ്ടോ? പ്ലാന്റ്സിനെയും എനിമൽസിനെയൊക്കെ കുറിച്ചുള്ള പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സിമിലാരിറ്റീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലും ഒക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നത്. How to group plants? എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാന്നാണ് പറയുന്നത്. യു മസ്റ്റ് ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് പ്ലാന്റ്സ് ഷോ വേരിയേഷൻ ഇൻ ദ ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് the stem of different plants vary in thickness, height and hardness, while the leaves vary in shape, color, size and arrangement. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഓരോ പ്ലാന്റ്സിനും സ്റ്റെമ്മിന്റെയും ഫ്ലവേഴ്സിന്റെയും ലീവ്സിന്റെ ഒക്കെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അല്ലെ. സ്റ്റെം ആണെങ്കിൽ തിക്നെസിന്റെ, ഹൈറ്റിന്റെ, ഹാർഡ്നെസിന്റെ കാര്യത്തിലും, ലീഫ് ആണെങ്കിൽ അല്ലെ ഷേപ്പ്, കളർ, സൈസ്, അങ്ങനെ അറേഞ്ച്മെന്റ്സ് ഒക്കെ, അങ്ങനെ ഓരോ കാര്യത്തിലും വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. You might have tried grouping plants, might have also learned in earlier classes that plants can be grouped into herbs, shrubs and trees based on their height, type of stem. നമ്മൾ ഇതിനു മുന്നേ പഠിച്ചതാണ് അല്ലെ, ഹെർബ്സ് എന്താണ്, ഷ്രബ്സ് എന്താണ്, ട്രീസ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചു അല്ലെ. അത് നമ്മൾ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു, അവയുടെ ഹൈറ്റും സ്റ്റെമ്മിന്റെ ടൈപ്പും, തിക്കുള്ളതാണോ തിന്നാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, തരംതിരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്താണ് ഹെർബ്സ് എന്ന് പറയുന്നത്? Some plants grow really tall and have hard, thick, brown and woody stem. അല്ലെ, വളരെ വലിപ്പത്തിൽ നല്ല തിക്കായിട്ടും ഹാർഡായിട്ടുള്ള വുഡി സ്റ്റെം ഉണ്ടാവും. അതിനെന്ത്, ബ്രാഞ്ചസ് ടിപ്പിക്കലി സ്റ്റാർട്ട് ഹയർ അപ്പ് on the stem and away from the ground. These plants are called trees. Trees നമുക്ക് അറിയാം അല്ലെ, നിങ്ങൾ ചുറ്റുപാട് ഒരുപാട് കണ്ടിട്ടുണ്ടാവും, മാവ് അല്ലെ, പ്ലാവ്, അതുപോലെ നീമിന്റെ ട്രീ, അങ്ങനെ ട്രീസ് ഒരുപാട്, അത് കാണുമ്പോ തന്നെ അറിയാം അല്ലെ. എന്ന് കണ്ടില്ലേ, ഇവിടെ സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്, നല്ല തിക്കാണ്, ബ്രൗൺ കളറില് അല്ലെ, വുഡി സ്റ്റെം ആണ്. പിന്നെ നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ, ഹൈറ്റിലേക്ക് പോകുന്ന നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കും, നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഇതായിരിക്കും ട്രീസ് എന്ന് പറയുന്ന, ഹൈറ്റ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും. ഇനി പിന്നെന്താണ് ഷ്രബ്സ്? എന്താണ് ഷ്രബ്സ് എന്ന് പറയുന്നത്, അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മീഡിയം ആയിരിക്കും അല്ലെ, നോട്ട് ആസ് ടാൾ ആസ് ട്രീസ്. ട്രീയുടെ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല. ദീസ് പ്ലാന്റ്സ് ഓഫൻ ഹാവ് മെനി സ്റ്റെം ദാറ്റ് സ്റ്റാർട്ട് ബ്രാഞ്ചിങ് വെരി ക്ലോസ് ടു ദ ഗ്രൗണ്ട്. ബ്രൗൺ ആയിട്ടുള്ള കുഞ്ഞു സ്റ്റെമ്മൊക്കെ ഉണ്ടാവും, അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ എന്തായിരിക്കും, ക്ലോസ് ടു ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിന്റെ ക്ലോസ് ആയിട്ട് തന്നെ ബ്രാഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. മറ്റേ സ്ട്രീക്ക് അങ്ങനെയാണോ? അല്ല, അതിന്റെ ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങുമോ? ഇല്ല, ഗ്രൗണ്ടിന്റെ ക്ലോസ് ആയിട്ടല്ല തുടങ്ങുക, കുറച്ച് ഹൈറ്റ് നിന്ന് ബ്രാഞ്ച് ഒക്കെ അല്ലേ, നമുക്ക് മാവിന്റെ മേലെ കയറിയിട്ട് വേണം മാങ്ങ പറിക്കാൻ അല്ലെ. These stems are hard but not as thick as the stem of tree. ഈ ഷ്രബ്സിന്റെ സ്റ്റെം എന്ന് പറയുന്നത് തിക്കായിരിക്കും, പക്ഷെ എന്താണ്, ട്രീയുടെ അത്ര തിക്കല്ല അല്ലെ. അത്തരം പ്ലാന്റ്സിനെ നമ്മൾ ഷ്രബ്സ് എന്ന് പറയും. ഷ്രബ് എന്താന്ന് പറഞ്ഞാൽ, ട്രീ എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള സ്റ്റെം ഒക്കെ ഉണ്ടായിരിക്കും,
പിന്നെ ബ്രാഞ്ചസ് ഒക്കെ എന്താണ് നല്ല ഹൈറ്റിലാണ് ഉണ്ടാവുക അല്ലെ, ക്ലോസ് ടു ഗ്രൗണ്ട് അല്ല, അതിന് തൊട്ട് താഴെ അത്ര ഹൈറ്റ് ഇല്ലാതെ സ്റ്റെം ഒന്നും അത്ര തന്നെ തിക്കല്ലാതെ പിന്നെ ബ്രാഞ്ചസ് ഒക്കെ ഗ്രൗണ്ടിനോട് ചേർന്ന് വരുന്ന ഇതാണ് shrubs എന്ന് പറയുന്നത്. ഇനി ഒരു കൂട്ടരും കൂടി ഉണ്ട്, അതെന്താണ് ഹെർബ്സ് അല്ലെ. ഹെർബ്സ് എന്ന് പറയുന്നത് ചെറിയ പ്ലാന്റ്സ് ആണ്, ടിപ്പിക്കലി സ്മാൾ ആയിരിക്കും, പിന്നെ എന്താ സോഫ്റ്റ് ഗ്രീൻ സ്റ്റെം ആയിരിക്കും. ദീസ് നോൺ ആർ ഹെർബ്സ്. ഹെർബ്സിന് എക്സാമ്പിൾ എന്താണ്? ടൊമാറ്റോ പ്ലാന്റ് കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഹെർബ്സ് ആണ്. അപ്പൊ ഷ്രബ്സ് എന്ന് പറയുന്ന റോസ് പ്ലാന്റ്, അത് കുറച്ചും കൂടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവും, കുറച്ചൊക്കെ തിക്കായിട്ടുള്ള സ്റ്റെം ആയിരിക്കും. പക്ഷെ എന്താണ് ബ്രാഞ്ചസ് ഒക്കെ അടിയിൽ തന്നെ വന്നു തുടങ്ങും അല്ലെ. ട്രീസിന്റെ കാര്യം പിന്നെ നമ്മൾ പറയുന്ന കാര്യമല്ലല്ലോ. ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ നിങ്ങളെ ചുറ്റുമുള്ള പ്ലാന്റ്സിനും ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതിന്റെ ടെക്സ്ചറും നാച്ചറും എല്ലാം ഒബ്സർവ് ചെയ്ത് തന്നിരിക്കുന്ന കോളം എന്ത് ചെയ്യണം, നിങ്ങൾ ഫിൽ ചെയ്യണം. നെയിം ഓഫ് ദ പ്ലാന്റ്, ഇവിടെ മാംഗോ, റോസ്, ടൊമാറ്റോ ഒക്കെ തന്നിട്ടുണ്ട്. അതിന്റെ ഹൈറ്റ് എന്താ? മാംഗോ എന്ന് പറയുന്നത് ടോൾ ആണ്, നല്ല ഹൈറ്റ് ഉണ്ട് അല്ലെ. അതിന്റെ സ്റ്റെം എന്ന് പറയുന്നത് ബ്രൗൺ സ്റ്റെം ആണ് അല്ലെ, അതുപോലെ ഹാർഡ് ആണ്. പിന്നെ തിക്കാണോ തിന്നാണോ? നല്ല തിക്കാണ് അല്ലെ. പിന്നെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആണ്, ഹയർ സ്റ്റെം. അതിന്റെ അത്തരം ഇതിന് എന്താ നമ്മൾ പ്ലാന്റ്സിന് എന്താ വിളിക്കുക? ട്രീസ് എന്ന് പറയും. പിന്നെ റോസിന്റെ എങ്ങനെയാണ്? മീഡിയം ഹൈറ്റ്, നല്ല ഹൈറ്റ് ഒന്നും ഇല്ല അല്ലെ. ഇത് സ്റ്റെം ഒക്കെ എന്ന് പറയുന്നത് ബ്രൗൺ ആണ്, കുറച്ച് ഹാർഡ് ആണ്, പക്ഷെ അത്ര തിക്കല്ല, തിന്നാണ് അല്ലെ. പക്ഷെ അതിന്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിനോട് ചേർന്ന് വരും, അതിനെ നമ്മൾ shrubs എന്ന് വിളിക്കും. അടുത്ത ടൊമാറ്റോ എന്ന് പറയുന്നത് ചെറുതാണ് അല്ലെ, ചെറിയ പ്ലാന്റ് ആണ്. അതിന്റെ സ്റ്റെം എന്ന് പറയുന്നത് ഗ്രീൻ ആയിരിക്കും. പിന്നെ സ്റ്റെം എങ്ങനെയായിരിക്കും? കുറച്ച് ടെൻഡർ ആയിരിക്കും, ഹാർഡ് ഒന്നും ആയിരിക്കില്ല. പിന്നെ തിന്ന് ആയിരിക്കും. പിന്നെ അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ഗ്രൗണ്ടിൽ നിന്ന് ക്ലോസ് ആയിട്ടാണ് വരുന്നത് അല്ലെ, അതിനെ നമ്മൾ എന്ത് പറയും? ഹെർബ്സ് എന്ന് പറയും. അപ്പൊ നിങ്ങള് ബാക്കി കുറച്ച് കോളം ഉണ്ട്, അത് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ഫിൽ ചെയ്യാം. ഇനി ഹെർബ്സും ഷ്രബ്സും ട്രീസും മാത്രമല്ല, നമ്മളെ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും അല്ലെ. എന്താ ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും? പ്ലാന്റ്സ് വിത്ത് വീക്ക് സ്റ്റെം നീഡ് ടു ക്ലൈംബ് ആൻഡ് ഗ്രോ ആർ കാൾഡ് ക്ലൈംബേഴ്സ്. ക്ലൈംബേഴ്സിന് വീക്ക് ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കും, അതുകൊണ്ട് എന്താണ് അവർക്ക് മുയലക്ക് ക്ലൈംബ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ആവശ്യമാണ്, അത്രയും വീക്കാണ് അവരുടെ സ്റ്റെം. അത്തരം പ്ലാന്റ്സിനെ നമ്മൾ ക്ലൈംബേഴ്സ് എന്ന് പറയും. നിങ്ങൾക്ക് ജാസ്മിന്റെ അല്ലെ, മുല്ലപ്പൂ ഒക്കെ നമ്മൾ ഒരു വള്ളിയിലല്ലേ കിട്ടാറ്, അത് ക്ലൈംബേഴ്സ് ആണ് അല്ലെ. സം പ്ലാന്റ്സ് ക്രീപ്പ് അലോങ് ദ ഗ്രൗണ്ട് ആർ കാൾഡ് ക്രീപ്പേഴ്സ്. നിലത്ത് ഇങ്ങനെ എഴഞ്ഞ് കിടക്കുന്ന പ്ലാന്റ്സ് ഉണ്ടാവൂല്ലേ, നിങ്ങൾ ഈ വാട്ടർ മെലന്, പംകിന് അങ്ങനെയൊക്കെ കാണാറില്ലേ, അതൊക്കെ എന്താണ്? ക്രീപ്പേഴ്സ് ആണ്. താഴെ ഇങ്ങനെ ഗ്രൗണ്ടില് അത് ക്രീപ്പ് ചെയ്തിട്ട് കിടക്കുന്നതാണ്. അത്തരം പ്ലാന്റ്സിനെ നമ്മൾ ക്രീപ്പേഴ്സ് എന്ന് പറയും. വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.